ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 13. പൗരത്വ ഭേദഗതി ലക്ഷ്യമിടുന്നത് മതരാഷ്ട്രം. ഭരണഘടനാ വിരുദ്ധമായി പൗരന്മാരെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ച് ജനങ്ങൾക്കിടയിൽ അസ്വാസ്ഥ്യം പടർത്താൻ കേന്ദ്ര ഭരണ നേതൃത്വം തന്നെ മുന്നിട്ടിറങ്ങുന്നത് ഇന്ത്യൻ ജനാധിപത്യം കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുന്നതിന് തെളിവാണ്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള സംഘപരിവാർ അജണ്ട ഓരോന്നായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ് പൗരത്വ ഭേദഗതി നിയമവും. 4 വർഷം മുമ്പ് പാസാക്കിയ ബില്ലിൽ രാജ്യവ്യാപക പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ നടപ്പാക്കാതെ വെച്ച നിയമമാണ് പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ധൃതി പിടിച്ച് നടപ്പാക്കുന്നത്. 2019 ഡിസംബർ 10 ലോക്സഭയും 11 രാജ്യസഭയും പാസാക്കി 12 രാഷ്ട്രപതി ഒപ്പുവെച്ച നിയമത്തിനെതിരെ ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട്. ഇത് തീർപ്പാക്കാനിരിക്കെയാണ് നിയമം നടപ്പാക്കുന്നത്. രാഷ്ട്രപതി ഒപ്പിട്ട് 6 മാസത്തിനുള്ളിൽ ചട്ടം രൂപീകരിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഈ നിയമത്തിന് 4.5 വർഷം കഴിഞ്ഞാണ് ചട്ടമുണ്ടാക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിയമം നടപ്പാക്കാൻ വാശി കാണിക്കേണ്ട എന്ത് അടിയന്തര പ്രാധാന്യമാണ് ഇതിനുള്ളത്? ജനങ്ങളെ വർഗീയമായി ധ്രുവീകരിച്ച് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള BJPയുടെ അജണ്ട മാത്രമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തം. 1955 പൗരത്വ നിയമ ഭേദഗതി ചെയ്യുന്നതാണ് പുതിയ നിയമം. ഇത് കേന്ദ്രം വാദിക്കുന്നത് പോലെ നിഷ്കളങ്കമായിട്ടുള്ളതല്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ലഭിക്കുന്നതിന് മതം ഒരു ഘടകമായിരുന്നില്ല. ഭരണഘടനയുടെ 5-ാം വകുപ്പ് പ്രകാരം 3 വിഭാഗത്തിനാണ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. ഇന്ത്യൻ ഭൂപരിധിയിൽ ജനിച്ചവർ, ഇന്ത്യയിൽ ജനിച്ച അച്ഛനമ്മമാരുടെ മക്കൾ, ചുരുങ്ങിയത് 5 വർഷമായി ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയവർ. ഈ 3 വിഭാഗത്തിലുമുള്ള ഏത് മതത്തിൽപ്പെട്ടവർക്കും പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള അവകാശം നിയമ ഭേദഗതിയോടെ ഇല്ലാതാകുകയാണ്. ഒരു മാനദണ്ഡം കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ നിയമം. 2014 ഡിസംബർ 31 മുമ്പ് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം. മുസ്ലിങ്ങൾക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. ഈ 3 രാജ്യങ്ങളെ മാത്രം തെരഞ്ഞെടുത്തത് ദുരുദ്ദേശത്തോടെയാണെന്ന് വ്യക്തം. അയൽ രാജ്യമെന്ന പരിഗണനയായിരുന്നുവെങ്കിൽ ചൈന, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ എന്തുകൊണ്ട് ഒഴിവാക്കി? ഇന്ത്യയുമായി അതിർത്തി പങ്കിടാത്ത അഫ്ഗാനെ എന്തിന് ഉൾപ്പെടുത്തി? ഗൂഢലക്ഷ്യം വ്യക്തമാണ്. ജനങ്ങൾക്കിടയിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുക. അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിന് ആരും എതിരല്ല. എന്നാൽ അതിന് ഒരു മതവിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നതിലാണ് എതിർപ്പ്. പൗരത്വ ഭേദഗതി നിയമം അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകാൻ മാത്രമുള്ളതാണെന്ന സംഘപരിവാർ വാദവും ജനങ്ങളെ പറ്റിക്കാനാണ്. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും ദേശീയ പൗരത്വ രജിസ്റ്ററും പൗരത്വ നിയമവുമായി ബന്ധിപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. NBR സെൻസസിൻ്റെ ഭാഗമാക്കാനുള്ള BJP സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതിനാൽ 2021 നടത്തേണ്ട സെൻസസ് ഇതുവരെ തുടങ്ങാൻ തയ്യാറായിട്ടില്ല. ഈ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം രജിസ്ട്രേഷൻ, തിരിച്ചറിയൽ കാർഡ് എന്നിവ നിർബന്ധമെന്ന്. ഇന്ത്യയിൽ സാധാരണ താമസിക്കുന്നവരെല്ലാം NBRന് വിവരം നൽകണമെന്നും പറയുന്നുണ്ട്. സെൻസസിന്റെ ഭാഗമായി തന്നെ പൗരത്വ രജിസ്ട്രിയും തയ്യാറാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടെ ഓരോ പൗരനും തങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടി വരും. അസമിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ പൗരത്വ രജിസ്ട്രി തയ്യാറാക്കിയപ്പോൾ 19 ലക്ഷം ആളുകളാണ് പുറത്തായത്. ഇതിൽ 14 മുതൽ 15 ലക്ഷം ഹിന്ദുക്കളായിരുന്നു. 4 ലക്ഷത്തോളം മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ്. ജനങ്ങളെ വർഗീയമായി ചേരിതിരിച്ച് രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന നിയമത്തിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പോരാടിയേ പറ്റൂ. എന്നാൽ കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷവും തുടക്കം മുതൽ യോജിച്ച സമരത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. BJPയുടെ തീവ്ര ഹിന്ദുത്വ ആശയങ്ങളെ പേരിന് പോലും എതിർക്കാൻ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം തയ്യാറായില്ല. BJPയെ എതിർക്കുന്നവരെയെല്ലാം ദേശവിരുദ്ധരെ പ്രഖ്യാപിക്കുന്ന NIA ബില്ലിനെതിരെ പാർലമെന്റിൽ അനുകൂലിച്ച് വോട്ട് ചെയ്തവരാണ് കോൺഗ്രസ്. അന്ന് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്നുള്ള MPമാരിൽ AM ആരിഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നയിക്കാനും ഇവരെ കണ്ടില്ല. ഡൽഹിയിൽ മാസങ്ങളോളം ജനങ്ങൾ സമരം ചെയ്തു. 100ഓളം ആളുകൾ രക്തസാക്ഷികളായി. കോൺഗ്രസിനെ ഈ സമരത്തിന്റെ അടുത്തൊന്നും കണ്ടില്ല. കേരളത്തിൽ LDF ക്ഷണിച്ചിട്ടും യോജിച്ച സമരത്തിനില്ലെന്ന് പറഞ്ഞ് UDF മാറി നിന്നു. പൗരത്വ നിയമം നടപ്പാക്കില്ലെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക മാത്രമല്ല, നിയമത്തിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഇപ്പോഴും ആ നിലപാടിന് മാറ്റമില്ല. ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ പൗരത്വ നിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി ഇറങ്ങിയില്ലെങ്കിൽ നാം ദുഃഖിക്കേണ്ടി വരും.